ഹായ് ഹലോ കൂട്ടുകാരെ, കേതൻ്റെ ഏതെൻ്റെ അടുത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഓണം സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ 2 പായസമല്ലേ ഇതുവരെ ചെയ്തത്. ഇന്നൊരു പച്ചടി ആക്കാമെന്ന് വെച്ചു, നമ്മുടെ പൈനാപ്പിൾ പച്ചടി. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട എരിവും പുളിയും മധുരവും ഒക്കെയുള്ള ഒരു അടിപൊളി പൈനാപ്പിൾ പച്ചടിയുടെ റെസിപ്പിയായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അതിനായിട്ട് നന്നായി പഴുത്ത ഒരു പൈനാപ്പിൾ എടുക്കുക. പൈനാപ്പിളിൻ്റെ ഇത് ഫുള്ള് ഞാൻ എടുത്തില്ല, ഞാനൊരു കുറച്ച് പോർഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് അധികം വേണ്ട, ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച് മാത്രമാണ് കേട്ടോ എടുത്തത്. വീഡിയോ കാണുന്നവർ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ഇടയ്ക്ക് ചില പൊടിക്കൈകളൊക്കെ ചേർക്കുന്നുണ്ട്, അതൊക്കെ മനസ്സിലാവണമെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അങ്ങനെ ഞാനൊരു ചെറിയ പോർഷൻ മാത്രമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ജ്യൂസ് എടുക്കുമ്പോൾ ചെറുതായിട്ട് ചെത്തിയാൽ പോരാ, നന്നായിട്ട് കയറ്റി തന്നെ ചെത്തണം. അതിനുശേഷം അതിൻ്റെ ആ ഓരോരോ കറുത്ത ഡോട്ട്സ് ഇല്ലേ, അത് നമ്മളൊരു ഫോർക്കോ എന്തെങ്കിലും കത്തി ഉപയോഗിച്ച് അതെല്ലാം നീക്കം ചെയ്ത് കളയണം. അതുകൊണ്ട് ഇതേപോലെ കാണുന്നില്ലേ, ഇതെല്ലാം നീക്കം ചെയ്ത് കളയണം, അല്ലെങ്കിൽ പച്ചയിൽ ചെറുതായിട്ട് ഇത് കടിക്കും. അത് നമുക്കൊരു അരോചകമായി തോന്നും. അങ്ങനെ പൈനാപ്പിളൊക്കെ കഴുകി നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനാവശ്യമായ തേങ്ങയും പിന്നെ തൈരും ആണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ വഴിയെ പറയാം കേട്ടോ. ഓണമായതുകൊണ്ടാണ് ഞാൻ ഉള്ളിയിൽ തന്നെ ചെയ്തത്, അല്ലാതെ ഏത് പാത്രത്തിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചൂട് കട്ടിയുള്ള പാത്രമായിരിക്കണം. നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴേക്കും നമ്മുടെ ഈ പൈനാപ്പിൾ അതിലേക്ക് ചേർത്തിന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. നന്നായിട്ട് എന്ന് പറഞ്ഞാൽ വളരെ നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കണം. അതിനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണമെന്ന് ഞാൻ പറയാൻ കാര്യം, ഈ എണ്ണയിൽ പൈനാപ്പിളിനെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് വാട്ടി എടുക്കണം. വാട്ടി വരുമ്പോഴേക്കും നമ്മുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് പൈനാപ്പിളൊക്കെ വെന്ത് ഒതുങ്ങി ഇത്രയും വരും. ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് വെള്ളം, അതായത് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാൻ പരുവത്തിലാക്കി എടുക്കണം. ഇങ്ങനെ വാട്ടി ചേർത്താൽ മാത്രമേ ഒരു ടേസ്റ്റ് ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വെറും വെള്ളത്തിൽ വേവിച്ച ഒരു ടേസ്റ്റും കിട്ടുന്നില്ല. ടേസ്റ്റ് ഉണ്ടാവും, പക്ഷേ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതിലേക്കൊരു 3/4 ടീസ്പൂൺ ഉപ്പും 1 പിഞ്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് അടച്ചു വെക്കുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും വെള്ളം പറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ തുറന്ന് നോക്കുക. അങ്ങനെ തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വെള്ളം പറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ തവി വെച്ചോ എന്ത് വെച്ചെങ്കിലും ഉടച്ചെടുക്കണം. നന്നായിട്ട് ഉടച്ചെടുക്കണം. ഈ തവിയുടെ ബാക്ക് ആയാലും മതി, എന്ത് വെച്ചായാലും നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇതേപോലെ നമുക്ക് എടുക്കരുത്, ഉടച്ച് കൊണ്ടുവരിക. ഇതിന് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാം. ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ 1/2 കപ്പ് മാത്രം എടുത്താൽ മതി കേട്ടോ. 1 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം, 1 അല്ലി വെളുത്തുള്ളി, 1 പച്ചമുളക് ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. നിങ്ങൾ ഇതിൻ്റെ പകുതി എടുത്താൽ മതി. എനിക്കിതിൻ്റെ പകുതിയുടെ ആവശ്യമുള്ളൂ. ഞാൻ വേറൊരു പച്ചടിക്ക് വേണ്ടിയാണ് ഇത് ഫുൾ എടുത്തത്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇതിൻ്റെ പകുതി അരപ്പെടുക്കാം. ഇതിലേക്ക് വീണ്ടും കുറച്ച് 1 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്തു കേട്ടോ. അതിലേക്ക് അത് ഇളക്കി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇച്ചിരി കടുക്, അതായത് 1 ടീസ്പൂൺ കടുക് ചതയ്ക്കുക, അരയ്ക്കാൻ പാടില്ല, ചതച്ച് ഇതിലേക്ക് ചേർത്ത് വീണ്ടും ഇളക്കി കൊടുക്കുക. നമ്മളിപ്പോൾ ഇടയ്ക്ക് ചേർത്ത് എന്തൊക്കെയാണെന്നറിയോ, 1 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ കടുക് ചതച്ചതും. അതിലേക്ക് ഞാൻ അരച്ച് വെച്ചതിൻ്റെ പകുതി അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫുള്ളല്ല, പകുതി അരപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഇളക്കി ഒന്ന് യോജിപ്പിക്കുക. ഈ ടൈമിൽ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കണം. ഗ്യാസ് ഓഫ് ചെയ്ത് ഇത്തിരി തണുത്ത ശേഷം മാത്രമേ അരപ്പ് ചേർക്കാൻ പാടുള്ളൂ. അരപ്പ് ചേർത്ത് ഇളക്കി ഒരു പരുവം തണുത്ത് വരുമ്പോഴേക്കും നമുക്ക് 1 കപ്പ് തൈരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തൈര് ചിലർ മിക്സിയിലിട്ടൊന്ന് ഉടച്ച് ചേർക്കാറുണ്ട്, പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, ഇത്തിരി നീണ്ടു പോകും. അതുകൊണ്ട് ഞാൻ തവിയുടെ ബാക്ക് വെച്ച് ഉടച്ചു കൊടുത്തത്. ഈ തൈരിനെ മിക്സിയിൽ ഉടയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ പച്ചടിയുടെ കൺസിസ്റ്റൻസി മാറിപ്പോകും. ഇനി അടുത്ത് നമുക്ക് താളിക്കുന്നതിനായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുകും ചേർത്തിട്ടുണ്ട്. കടുക് നന്നായി പൊട്ടി വരുമ്പോഴത്തേക്ക് 2 ചുമന്നുള്ളി, അതായത് കൊച്ചുള്ളി ചേർക്കാൻ മറക്കല്ലേ, അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ. അങ്ങനെ ആ കൊച്ചുള്ളി ഇങ്ങനെ മൂത്ത് വരുമ്പോഴേക്കും ഒരു 3-4 വറ്റൽമുളകും, അതായത് ഉണക്കമുളക് ചേർത്ത് പിന്നെ കറിവേപ്പിലയിട്ട് ഒരുപാട് കരിഞ്ഞു പോകരുത്. അതുകൊണ്ട് ഈ പരുവത്തിന് താളിച്ചെടുക്കണം. അപ്പോൾ ഈ എണ്ണയൊക്കെ ഇങ്ങനെ ചുറ്റും വീണും ഈ ഉള്ളിയുടെയൊക്കെ ഒരു മണം ഉണ്ട് കേട്ടോ. എന്ത് ടേസ്റ്റാണ്, നമുക്ക് അപ്പം തന്നെ കഴിക്കാൻ തോന്നും. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ, കഴിക്കാൻ അതിലേറെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഹാപ്പി ഓണം, ടാറ്റ, ഓക്കെ, ബൈ ബൈ, സീ യു.